സംസ്ഥാനത്ത് റേഷൻ കടകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ബാനറും സെൽഫി പോയിന്റും സ്ഥാപിക്കണമെന്ന കേന്ദ്ര സർക്കാരിന് കർശന നിർദ്ദേശം. സൗജന്യ അരി വിതരണത്തിന്റെ ക്രെഡിറ്റ് സംസ്ഥാനം തട്ടിയെടുക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാനർ സ്ഥാപിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആശയക്കുഴപ്പത്തിലാണ്. സംസ്ഥാനത്ത് മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് സൗജന്യ അരി നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന ഈ പദ്ധതിയുടെ ആനുകൂല്യം പക്ഷേ സംസ്ഥാന സർക്കാർ കൊണ്ടുപോകുന്നുവെന്ന് കേന്ദ്രം കരുതുന്നു. നേരത്തെ നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള പോസ്റ്റർ റേഷൻ കടകളിൽ പതിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് ഫലപ്രദമായില്ല എന്ന വിലയിരുത്തലിന് പിന്നാലെയാണ് സെൽഫി പോയിന്റും വലിയ ബാനറുകളും റേഷൻ കടകളിൽ സ്ഥാപിക്കണമെന്ന് പുതിയ നിർദ്ദേശം വന്നത്. റേഷൻ കടകളിൽ സ്ഥാപിക്കേണ്ട ബാനറും സെൽഫി പോയിന്റ് ബോർഡുകളും ഉടൻ വിതരണം ചെയ്യുമെന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അധികൃതർ പറഞ്ഞു. ബാനറിലും ബോർഡിലും മോദിയുടെ ചിത്രവും മോദിയുടെ ഗ്യാരണ്ടി എന്ന തലവാചകവും ചേർത്തിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര നിർദ്ദേശം എങ്ങനെ നടപ്പാക്കുമെന്ന ആശയക്കുഴപ്പത്തിലാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ്. നിർദ്ദേശത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് കരുതുമ്പോഴും റേഷൻ കടകളിൽ ബാനർ കെട്ടാതിരിക്കാനാകില്ല. കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ മോദി ബാനറിൽ സംസ്ഥാനം തീരുമാനമെടുക്കൂ. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അതിൽ കഴിഞ്ഞ ദിവസം കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ദില്ലി ചലോ സമരത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായും ഉയർത്തിയ വിഷയം ഇതായിരുന്നു. പ്രധാനമന്ത്രിയുടെ ചിത്രം വേണം, ബോർഡ് വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നതിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാർ മാത്രമല്ല, യോഗത്തിൽ പങ്കെടുത്ത പഞ്ചാബ്, ദില്ലി സർക്കാരുകളും ഒക്കെ തന്നെയും പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ബ്രാൻഡിംഗ് വേണമെന്ന് കേന്ദ്രം ശാഠ്യം പിടിക്കുന്നു എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാചകം. അതിന് സമാനമായൊരു പ്രശ്നം സംസ്ഥാന ഭക്ഷ്യവകുപ്പിൽ ഇപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. നേരത്തെ തന്നെ സാധാരണ പിങ്ക്, യെല്ലോ കാർഡുകൾക്ക്, മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ അരി നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. പക്ഷേ ഈ കേന്ദ്രം നൽകുന്ന അരി സംസ്ഥാനത്തിൻ്റെ ക്രെഡിറ്റിലാണ് പോകുന്നത്. പലരും അത് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നാണ് കേന്ദ്രത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായാണ് കൂടുതൽ പോസ്റ്ററുകൾ, സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പിന് നൽകിയിരിക്കുന്നത്. FCI വഴിയാണ് ഇത് നൽകുക, ഇത് വിതരണം ചെയ്യുക. ഉടൻ തന്നെ ഇത് സ്ഥാപിക്കണമെന്ന നിർദ്ദേശം സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറിക്ക് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്നു. സെൽഫി പോയിന്റ് കടയ്ക്ക് മുന്നിലായി വെക്കണം, നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ടാകും, ഒപ്പം മോദിയുടെ ഗ്യാരണ്ടി എന്ന തലവാചകവും സെൽഫി പോയിന്റിലുണ്ടാകും. ഒപ്പം കടയ്ക്കുള്ളിൽ വലിയ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ മോദിയുടെ ചിത്രവും ഈ ഗരീബ് കല്യാൺ അന്ന യോജന, പ്രധാനമന്ത്രി അന്ന യോജന എന്ന പദ്ധതിയുടെ പേരും ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന, മോദിയുടെ ഉറപ്പ് എന്ന തലവാചകവും ചേർത്ത ബോർഡും വയ്ക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്രം പലതരത്തിൽ ബ്രാൻഡിംഗ് നടത്താത്തതിൻ്റെ പേരിൽ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ എടുത്തു പറഞ്ഞിരുന്നു. സ്വാഭാവികമായും റേഷൻ വിതരണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാരണത്താൽ ഇത് അംഗീകരിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആശയക്കുഴപ്പത്തിലാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ്. കൂടുതൽ കൂടിയാലോചനകൾ വേണ്ടിവരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഉയർന്ന രാഷ്ട്രീയ ആലോചനകൾക്ക് ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നാണ് വിവരം. നികേഷ്.